നിലയിൽ അച്ഛനെ കാണുന്നത് പോലെ എനിക്ക് വേദനയാണ്. രേഖ മരിച്ചു. ബിജുവിനെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ. നിന്നെ കൊണ്ടാവോ കൂട്ടിക്കൊണ്ടുവരാൻ? എങ്കിൽ പോയി കൊണ്ടുവാ. ഞാൻ പോണ്ട നിന്റെ അച്ഛനെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പോഴത്തെ പ്രയാസത്തിന് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. അച്ഛന് ബിജുമോൻ ജീവനാണ്. എങ്ങനെങ്കിലും എന്റെ ബിജുമോനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ. ശരി ശരി, നീ ഒന്ന് കടിച്ചു നിർത്തിക്കേ. ഞാൻ പറയുന്നത് കേൾക്കും. ബിജു അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അവന്റെ സഹോദരിയുടെ മരണത്തിന് നമ്മളാണ് കാരണക്കാരെന്ന് അറിഞ്ഞാൽ നമ്മെ കാണിച്ചു കൊടുക്കാനോ മടിക്കില്ല. അവൻ നമ്മുടെ താവളം പോലീസിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? തമ്പിയോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന നിങ്ങൾ ഇനിയും അയാളുടെ മകനെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഭയമെങ്കിൽ ഇതും ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഭയമോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഓരോന്നായി അവസാനിപ്പിക്കാൻ. അതിനിങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബലി അർപ്പിക്കണം. അതിനിവിടെ അമ്പലവും പ്രതിഷ്ഠയൊന്നും കാണുന്നില്ലല്ലോ. വരൂ, കാണിച്ചു തരാം. അതാ നോക്കൂ. ഞങ്ങൾ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. ആരും രക്ഷിക്കണ്ട, തിരിച്ചു പോകൂ. ബിജു, ഇവൻ നിന്നെ കൊല്ലാനാണ് കൊണ്ടുവന്നത്. ഇറങ്ങി വരൂ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ലെങ്കിൽ ഇവൻ നിന്നെ കൊന്ന് കൊക്കയിൽ തള്ളും. ഇല്ല, ഞാൻ വരില്ല, തിരിച്ചു പോകൂ. ഇല്ലെങ്കിൽ ഇവിടെ എടുത്തു ചാടും. ബിജു
ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എന്ത് നേടാനാ? എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അച്ഛനെ കാണാൻ മോൻ ആഗ്രഹമില്ലെങ്കിലോ? എന്ന് പറഞ്ഞാൽ ബിജു ഇനി ഇങ്ങോട്ട് വരികയില്ല. എന്ത്? ബിജു വരികയില്ലെന്നോ? നീ അവനെ കണ്ടു മോനെ? കണ്ടു. ഞാൻ അവനെ കാല് പിടിച്ചു. അവനെ ഗംഗാന്റെ രക്ഷകനായിരിക്കുക. നീ കള്ളം പറയുകയാണ്. നീ അവനെ കണ്ടില്ല. ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വസിപ്പിക്കാനാണ് പ്രയാസം. ഞാൻ പറയുന്ന സത്യമാണ്. ബിജുവും ഗംഗാനും പോലീസിന്റെ വലയെ കുടുങ്ങിയതാ. എന്നാൽ അവൻ ഗംഗാനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇംപോസിബിൾ. മോഹൻ, അല്ലെങ്കിലും അവനുടെ വരുന്നത് നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. അച്ഛാ, അതെ, അവനും ചിലതൊക്കെ അറിയാം. മറ്റാർക്കും അത് മനസ്സിലാവില്ലെന്ന് ധരിക്കരുത്. ആവശ്യത്തിന് തെളിവുകളില്ലെന്ന് മാത്രം. എക്കാലവും എല്ലാവരുടെയും കണ്ണിൽ മണ്ണാവെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന? നീ ചെയ്തതോ? ഗംഗാധരന്റെ ഭാര്യ നശിപ്പിച്ചത് നീയാണ്. അതേടാ, ആ ദിവസം നിന്നെ അവിടെ വെച്ച് കണ്ടത് ബിജുവാണ്. നിനക്കെന്റെ കുഞ്ഞിനോട് ആ വൈരാഗ്യമുണ്ട്. അച്ഛന് ചില സമയത്ത് കണ്ണും മൂക്കും കാണില്ല. എന്ത് പറയണമെന്നറിയില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് അമ്മയെ വിശ്വസിച്ചോ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ശരിയാണ്, ചേട്ടൻ തെറ്റ് ചെയ്തു. നിങ്ങളുടെ മോനെ കൊണ്ടുവരാൻ പോയ തെറ്റ്, നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പോയ തെറ്റ്. നീ എന്ത് പറഞ്ഞടി? എന്റെ ഭർത്താവോ? അപ്പൊ എന്റെ മോനും ഭർത്താവും നിനക്ക് ആരുമല്ല അല്ലേടി? ഇതേ, നീ വരുന്നുണ്ടോ? എവിടെ? നരകത്തിലേക്ക്. അതോ നിന്റെ അച്ഛൻ പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചോ? എങ്കിൽ വരണ്ട. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ പോകുന്നു. അവസാനം ഭാര്യയും ഭർത്താവും എന്റെ കയ്യിൽ കുടുങ്ങി. കൊള്ളാം. ഗംഗാൻ, നിന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ഇതാ, ഞങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, പക്ഷെ ബിജുവിനെ വിട്ടു തരണം. രക്ഷപ്പെടാനുള്ള ഏറ്റവും പുതിയ ഇടപാടേത്. പക്ഷെ അത് പ്രയോഗിച്ച സ്ഥലം തെറ്റിപ്പോയി. മോഹൻ, സിംഹം ഇര തേടി നടക്കാറുണ്ട്, പക്ഷേ ഇര സിംഹത്തെ തേടാറില്ല. മോഹൻ, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി അരിഞ്ഞു തുറക്കും. അതിനു മുമ്പ് നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവൾ ചാമ്പരാവുന്നത് നീ കാണണം. നീ മാത്രമല്ല, എന്റെ നിർമ്മലയെ രക്ഷിക്കാൻ ഒരു നിമിഷം തരാത്ത ആ കമ്മീഷനുണ്ടല്ലോ, അവനും ഇത് കാണണം. പിടിച്ചു കെട്ടണവരെ. ഭദ്രൻ, ഞാനിപ്പോ വരാം.